ഹായ് ഹലോ. ഇപ്പോൾ സമയം ഇവിടെ 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ഒന്ന് നടക്കാറിറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോഴത്തേന്. അപ്പം പോകുന്ന വഴിയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളീ നടന്നു പോകുന്നത് വീടിനടുത്തുള്ള സ്ട്രീറ്റിൻ്റെ വഴി നടന്നു പോകുന്നത് കേട്ടോ. അപ്പം ഈ റോഡിലെല്ലാം നല്ല പുല്ലും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാണോ എന്ന് അറിയത്തില്ല, എന്നാലും കൊള്ളാം. എന്തായാലും ഉണ്ടോ, ഈ സൈഡിൽ മൊത്തം വീടുകളാണ്. ഞങ്ങൾ നിൽക്കുന്നിടത്തെല്ലാം വീടുകളാണ്. എല്ലായിടത്തും വീടുകൾ മാത്രമേ ഉള്ളൂ കാണാനായിട്ട്. ഇവിടെ ആരും അങ്ങനെ പുറത്തിറങ്ങത്തില്ലെന്ന് തോന്നുന്നു വീട്ടിൽ. നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ ഭയങ്കര കാമായിട്ടുള്ള സ്ഥലം. ഇവിടെ അല്ല വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ഞങ്ങൾ നിൽക്കുന്നിടത്ത്. വീടുകളിലൊക്കെ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമുണ്ട് കാണാനായിട്ടല്ലേ. വീട്ടിലൊക്കെ നല്ല പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താണുള്ളത്, പിന്നെ എല്ലാം ഉണ്ട് ഇവിടെ, ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഓരോ സ്ട്രീറ്റിനും ഓരോ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിൽ അവന്യൂ സ്ട്രീറ്റിൻ്റെ ഡയറക്ഷൻ വരുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടല്ല ഞങ്ങളുടെ സ്ട്രീറ്റാണ് വരുന്നത്, ആ ഭാഗത്തോട്ടെല്ലാം വരുന്നത്. ഇന്ന് നല്ല ക്ലൈമറ്റാണ് കേട്ടോ. നല്ല ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലൊന്നും ഇല്ല, തണുപ്പുണ്ട്. തണുപ്പ് ഏകദേശം നോക്കിയിട്ടില്ല എത്ര സെൽഷ്യസ് ആണെന്ന് നോക്കണം ഇനി. ഏകദേശം ഒരു 18 ഡിഗ്രിയൊക്കെ ആയിരിക്കാം. ഓരോ വീട്ടിലും 2-3 വണ്ടികൾ വെച്ച് ഓരോ വീട്ടിലൊക്കെ ഉള്ളത് കേട്ടോ. ഉണ്ടോ, ട്രക്കൊക്കെ ഉണ്ട്, ട്രക്ക് പോകുന്നുണ്ട്. പിന്നെ റോഡിലെല്ലാം ഇരുന്ന് പറ്റിയ വണ്ടിക്ക് വണ്ടിയുടെ വീലൊടിഞ്ഞു പോയെന്ന് തോന്നുന്നല്ലോ. വീലാരോ ഊരിക്കൊണ്ടുപോയ വണ്ടി. ഈശ്വര, വീൽ ഊരിക്കൊണ്ടുപോയ വണ്ടിയുടെ. ഈ വീട്ടിൽ ഊഞ്ഞാലൊക്കെ ഉള്ള വീടുണ്ടോ? ഒരു വെറൈറ്റി അല്ലേ, ഊഞ്ഞാലൊക്കെ ഉണ്ട് വീട്ടിൽ. നമ്മളിങ്ങനെ ക്യാമറ കണ്ണുകൾ കൊണ്ട് നോക്കിക്കൂടാൻ തോന്നുന്നു. അറിയത്തില്ല ഇനി അവരെന്തെങ്കിലും പറയുമെന്ന് അറിയത്തില്ല. ഞങ്ങളിങ്ങനെ ഇവിടുത്തെ റോഡെല്ലാം കാണാൻ നല്ല റോഡുകളാണ് കേട്ടോ. ചെറിയ റോഡാണെങ്കിലേ നല്ല വൃത്തിയായിട്ട് ടാറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ആണെങ്കിൽ തന്നെ വലിയ തിരക്കൊന്നുമില്ല ഇവിടെ മൊത്തത്തിൽ. എൻ്റെ ചാനലിനെ പറ്റി എന്തെങ്കിലും 2 വാക്ക് പറയുന്നു, അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുക. പ്ലീസ് ഈ മുഖമെങ്കിലും ഒന്ന് കാണിക്കുക. നല്ല രസമുണ്ടല്ലേ വീട്ടിലോട്ട് ഇങ്ങനെ റോസാപ്പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് കാണാനായിട്ട്. ഇവിടെ ഒരു 5:30-6 മണിയാകുമ്പോഴത്തേനെ ആൾക്കാരൊന്നും പിന്നെ പുറത്തോട്ട് ആരും കാണത്തില്ല. പിന്നെ മൊത്തം വിജനമായിട്ടുള്ള വഴികളായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ആരും പുറത്തിറങ്ങാറില്ല. നമ്മുടെ ഈ വേറെ മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്നാലും അവിടെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനെ ഇവിടെ ഉള്ളവർ കുറച്ചുകൂടെ എല്ലാം വളരെ ഫാസ്റ്റാന്ന് തോന്നുന്നു. ഡിന്നർ കഴിക്കുന്നതും ലഞ്ച് കഴിക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും എല്ലാം വളരെ പെട്ടെന്ന് കുറച്ചുകൂടെ നേരത്തെയാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 2 മാസത്തോളം ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം വെച്ച് ഞങ്ങളുടെ വീഡിയോ ഇടുന്നതാണ്. ഇവിടെ വന്നിട്ടുള്ള എക്സ്പെൻസൊക്കെ എത്രയായി, ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ സമ്മർ സീസൺ അല്ലേ, ഇപ്പോൾ ഇവിടെ സമ്മറാണെങ്കിലും അതിനനുസരിച്ചുള്ള ചൂടില്ല, നല്ല തണുപ്പാണ്. എപ്പോഴും ഇവിടെ നല്ല തണുപ്പുള്ള ഏരിയ ആണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടി ഇവിടെ ക്രിസ്തുമസിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് ഇവിടെ കേട്ടോ. ഇവിടെ ഒരു വീട്ടിൽ ഉണ്ടോ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വീട്ടുകാർ LED ബൾബും കാര്യങ്ങളൊക്കെ എല്ലാം ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും. ഹായ്, പുള്ളിക്കാരൻ നമുക്കൊരു ഹായ് എന്നേക്കാണ് കേട്ടോ.
പുള്ളിക്കാർ ഇവിടെ ഉള്ള ആൾക്കാർ നല്ല കോപ്പറേറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്, നമ്മുടെ കൂട്ടത്തിലല്ല. വളരെ ജെന്യുവിനായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. കാണുന്നൊരു വീടിൻ്റെ മതിലാണ്. ഇവിടെ മതിലിൽ കർട്ടൺ പ്ലാന്റ്സ് എല്ലാം വെച്ച് പിടിപ്പിച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട്. ഈ ബസ് ഇവിടെ നമുക്ക് ഓൺലൈനിലാണ് ബസ്സും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നത്. ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. വെയിറ്റിംഗ് ഏരിയ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. നല്ലൊരു കളർ കോംബോ ആണ് വരുന്നത്. നല്ല രസമുള്ള ബെഞ്ച് അല്ലേ. പിന്നെ അവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഞാൻ ഇനി അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ഒരു മലയുണ്ട്, മല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകാനായിട്ടാണ് ഇരുന്നത് കേട്ടോ. അവിടെ നല്ല രസമാണ്. അങ്ങോട്ട് പോകാൻ കിട്ടില്ല. അവിടെ ഒരു എക്സിറ്റ് ആണ് അവിടെ വരുന്നത്, ഫൈനൽ എക്സിറ്റ് ആണ് വരുന്നത്. കണ്ടോ, റോഡ് കണ്ടില്ല, ഇങ്ങനെ നീണ്ടു നിവർന്നും കിടക്കും റോഡ്. പക്ഷെ ഒറ്റ മനുഷ്യരില്ലാത്ത ഏരിയ ആണെന്ന് കണ്ടോ. ഇങ്ങനെ കിടക്കും റോഡ് ഫുള്ളി. ഇവിടെ തണുപ്പുണ്ട്. ഈ എന്തോ തണുപ്പെന്നൊക്കെ. ഇതിന് കുറച്ച് ദൂരം ഉണ്ട് പനയായിട്ടോ, അങ്ങോട്ട് പനയായിട്ടേ. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയിലായിട്ട് കുറേ വീട് കാര്യങ്ങളുണ്ട്. ഇവർക്കെല്ലാം നല്ല ക്ലൈമറ്റൊക്കെ എങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അറിയാത്ത ഇവിടുത്തെ. ഇതൊക്കെ അതൊക്കെ ഇന്ന് ശീലമായി കാണുമല്ലേ. ഇനി അങ്ങോട്ട് വന്നോട്ട് കുറച്ച് ദൂരോട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ പോകണം. നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ ഒരു വീടിൻ്റെ നമ്പറുണ്ട് കേട്ടോ. 7B 7A എന്ന് പറയുന്ന കുറേ നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്നത്തെ 10 കിടപ്പുണ്ടെന്നു. പക്ഷെ ഇവിടെ ആരും എടുത്തിട്ടൊന്നുമില്ല. ആളൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ വീട്ടിൽ. ഒരു പിടുത്തമില്ല. ആ സൈഡിലാണെങ്കിൽ കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട്. 3 വണ്ടി കിടപ്പുണ്ട്. 3 വണ്ടിയിൽ ഒരു വണ്ടി കട്ടപ്പുറത്തിരിക്കുന്നുണ്ടോ. നമ്മൾ ഈ കട്ടപ്പുറത്തിരിക്കുന്ന കേട്ടിട്ടില്ലേ? ആ കണ്ടോളൂ, കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടി. കട്ടപ്പുറത്തല്ല, ടയറിൻ്റെ പുറത്തായിരിക്കുന്നത്. സോറി, എനിക്ക് തെറ്റിപ്പോയതാണ്. സീസൺ വരുമ്പോഴത്തേക്ക് ഈ പൂക്കളെല്ലാം പോകും. ഇങ്ങോട്ട് വരുന്ന വഴിയില്ലേ ഒരു പട്ടിയുടെ ഒരു ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ. ഡോഗ് ഗ്രൂമിങ് സെൻ്ററാണ് വരുന്നത്. പിന്നെ ഇവിടെ എല്ലാ വീട്ടിലുണ്ടല്ലോ ഓരോ പട്ടി വെച്ച്, 1-2 പട്ടി വെച്ചാണ് വീട്ടിൽ. പട്ടികളില്ലാത്ത വീടില്ല. ആ കൂടി പട്ടികളില്ലാത്ത വീട് ഞങ്ങൾ മലയാളീസിൻ്റെ വീട് മാത്രമേ കാണത്തുള്ളൂ. പട്ടികളില്ലാത്ത വീട് അല്ലാതുള്ള വീട്ടിലെ എല്ലാ വീട്ടിലും ഉണ്ട് 1-2 പട്ടികളൊക്കെ. അവർക്ക് ഈ മനുഷ്യരെക്കാളും കൂടുതലേ ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ പട്ടികളാണ്. ഇവിടെ എന്തിനോടാണ് ഇവിടുത്തെ ആൾക്കാർക്ക് അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാറുകളോടൊന്നുമില്ല. സംഭവം കാറുകളോടുണ്ട്, അത് വേറെ ഒരു രീതിയിൽ. അതിലും കൂടുതൽ ഇവിടെ ഈ വിലപിടിപ്പുള്ള പട്ടികളില്ലേ പട്ടികൾ, അതിലോടാണ് ആൾക്കാർക്ക് കൂടുതൽ പ്രിയമുള്ളത്. ഇവിടെ അടുത്തൊരു സൈൻ ബോർഡ് ഉണ്ടല്ലേ, മാർക്കറ്റ് സ്ട്രീറ്റ് എന്നുള്ളത്. അങ്ങോട്ട് മാർക്കറ്റ് വല്ലതും ഉണ്ട്, ഇനി ഒരു പിടുത്തമില്ല. ഇനി കുറച്ച് ദൂരോടെ അവിടെ എത്താനായിട്ട്. അവിടെ കുറേ ഞങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം പോയായിരുന്നു കേട്ടോ. അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് ആ ഒരു ഹില്ലിൻ്റെ താഴെയായിട്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ അവിടെ നോക്കുമ്പോഴത്തേനും ഇവിടെ ആൾക്കാരുടെ വീട്ടിൽ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. ഇവിടെ 30-40 വണ്ടികളും റോഡിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഉള്ള വണ്ടിയെല്ലാം റോഡിൻ്റെ സൈഡിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലമൊക്കെ ഉണ്ട് വീടിനകത്തോട്ട്. പക്ഷേ അവരെന്നാലും അവരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണെന്നും അറിയത്തില്ല, അവർ റോഡിൻ്റെ സൈഡിലെ വണ്ടി പറയത്തുള്ളൂ. എന്താ ശീലമായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ഒരു വോൾസ്വാഗൻ പോളോ എന്ന് വെച്ചാൽ പോളോ അല്ലേ, GT എന്ന് എഴുതിയിട്ടുള്ളൂ. പോളോടെ ഒക്കെ ഒരു മോഡൽ വണ്ടിയാട്ടോ ഈ കാണുന്നത്. സൈഡിൽ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിന്നാങ്കൊള്ളുന്ന മരമൊന്നുമല്ല ഇത്. സോറി, തിന്നാങ്കൊള്ളുന്ന കായൊന്നുമല്ല ഇത്, തിന്നാങ്കൊള്ളുന്ന മരമോ. ഓഹോ. ഫൈനലി ഞങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഞങ്ങൾ ഫൈനലി അവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അതുകൊണ്ട് കിടന്ന മലയൊക്കെ ഇല്ലേ, മല ഞങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങൾ സൂം ചെയ്ത് കാണിക്കാം. ഉണ്ടോ, ഇതാണ് ആ സ്ഥലം. ഇവിടെ ഒരു വാർണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കതിനപ്പുറത്തത് പബ്ലിക് ആക്സസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വാർണിംഗ് ബോർഡ് കാണാം. ഉണ്ടോ, വലിയ രസമൊന്നും ഇല്ലെങ്കിലും ചുമ്മാ നടക്കാറിയപ്പം
ഞങ്ങൾക്കൊരു രസമൊക്കെ തോന്നുന്നുണ്ട് ഈ തണുപ്പത്ത്. ഈ ഒരു ഫെൻസിങ് ഒന്നും ഇല്ലായിരുന്നെങ്കിലേ അങ്ങോട്ട് പോയിട്ട് എന്താണ് സംഭവം എന്നൊക്കെ നോക്കാമായിരുന്നു. പക്ഷേ ഈ ഫെൻസിങ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനൊക്കത്തില്ല സുഹൃത്തുക്കളെ, പോകാനൊക്കത്തില്ല. ഒന്ന് വണ്ടി വരുന്നു, വണ്ടിയൊന്നും വരുന്നില്ല. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിലും ലൈക്ക് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ ബെല്ലൈക്കൺ. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.